മുഖംമൂടിധാരികൾ വെടിവെച്ചു കൊന്ന ബംഗ്ലാദേശി വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഷെരീഫിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇരമ്പിയെത്തിയത്. ഹാദിയുടെ കൊലപാതകികളെ കണ്ടെത്തണമെന്ന ആവശ്യം അന്ത്യോപചാര ചടങ്ങിലും ഉയർന്നു കേട്ടു. നീ ചിന്തിയ രക്തം വെറുതെയാകില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രഭാതം മുതൽ ആയിരങ്ങൾ ധാക്കയിലെ പാർലമെന്റ് ഹൌസിന് മുന്നിലെ മാണിക് മിയ അവന്യൂവിലേക്ക് ഒഴുകിയെത്തിയത്. ജ്യേഷ്ഠ സഹോദരനായ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നടന്ന ജനാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷെരീഫിന്റെ മൃതദേഹം ധാക്ക സർവകലാശാല ക്യാമ്പസിലേക്ക് കൊണ്ടുപോയി. സംസ്കാരത്തിനുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ബംഗ്ലാദേശിന്റെ ദേശീയ കവി കാസി നസ്രുൽ ഇസ്ലാമിന്റെ സ്മാരകത്തിന് സമീപമായിരുന്നു ഖബറൊരുക്കപ്പെട്ടിരുന്നത്. നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നതുപോലെ തന്നെ ഷെരീഫിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമായിരുന്നു അന്ത്യദർശനത്തിന് അനുവാദമുണ്ടായിരുന്നത്. ശവസംസ്കാര ചടങ്ങിന്റെ ഭാഗമായ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയ ആയിരങ്ങൾ ദേശീയ പതാകകൾ പുതച്ചിരുന്നു. ഷെരീഫിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്ന മുദ്രാവാക്യം അവരുയർത്തി. ഇടക്കാല സർക്കാരിന്റെ നേതാവായ മുഹമ്മദ് യൂനുസ് അടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിനെത്തിയിരുന്നു. ഷെരീഫിന്റെ ശവസംസ്കാര ചടങ്ങ് അതിവൈകാരികമായതിനാലും അയാളുടെ കൊലപാതകത്തിനു പിന്നാലെ ബംഗ്ലാദേശിലെ ക്രമസമാധാന നില അങ്ങേയറ്റം സംഘർഷഭരിതവുമായതിനാലും കനത്ത സുരക്ഷയാണ് സർക്കാർ രാജ്യത്താകെ ഏർപ്പെടുത്തിയിരുന്നത്. ധാക്കയിലെങ്ങും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നു. രാജ്യത്ത് ദുഃഖാചരണവും അവധിയും പ്രഖ്യാപിച്ചിരുന്നു. ഹാദിയുടെ ശവസംസ്കാര ചടങ്ങിനെത്തിയവർ ഇന്ത്യ ഗവൺമെന്റിനെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ 2024 ജൂലൈ ഓഗസ്റ്റ് പ്രക്ഷോഭത്തിന്റെ മുഖ്യ സംഘാടകരായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി. ഈ മാസം 12-നാണ് ധാക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖംമൂടിധാരികൾ ഷെരീഫിന്റെ തലയ്ക്ക് വെടിവെച്ചത്. സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 18-നാണ് അദ്ദേഹം മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.